നമസ്കാരം, നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൊപ്പം ഗവൺമെന്റ് ഹൈസ്കൂളിന് മുന്നിൽ റോഡിൽ സ്പീഡ് ബ്രേക്കർ സ്ഥാപിച്ചു. കൊപ്പം പോലീസ് സ്റ്റേഷൻ ഓഫീസർ പി ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശത്ത് മെയിൻ റോഡിലാണ് സ്പീഡ് ബ്രേക്കർ സ്ഥാപിച്ചത്. സ്കൂൾ മുൻവശത്ത് വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. കൊപ്പം പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പി ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ടി കൃഷ്ണകുമാർ അധ്യക്ഷനായി. SMC ചെയർമാൻ TK സാജിദ്, PT വൈസ് പ്രസിഡന്റ് TK അബ്ദുൽ ഷുക്കൂർ, NP ഷാഹുൽ ഹമീദ്, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ B സുരേഷ് കുമാർ, ഹെഡ് മാസ്റ്റർ P മുഹമ്മദ് ഇക്ബാൽ, VHSC പ്രിൻസിപ്പൽ T ഷാജി, സ്റ്റാഫ് സെക്രട്ടറി CV ദിനേശ്, CP അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. SPC കുട്ടികളും പങ്കെടുത്തു. പാലക്കാട് റവന്യൂ ജില്ലാ കായികമേള പൂർത്തിയായിട്ടും ചാത്തന്നൂരിലെ സിന്തറ്റിക് ട്രാക്കിന് വിശ്രമമില്ല. മലപ്പുറത്തിന്റെ റവന്യൂ ജില്ലാ കായികമേളയ്ക്ക് ഇന്ന് തുടക്കമായി. മലപ്പുറം ജില്ലയിലെ താരങ്ങളുടെ ജില്ലാ കായികമേള ഇക്കുറി പാലക്കാട്ടാണ്. മിക്ക വർഷവും കാലിക്കറ്റ് സർവകലാശാല മൈതാനത്താണ് മലപ്പുറത്തിന്റെ കായികമേള സംഘടിപ്പിക്കാറുള്ളത്. ഇക്കുറി സാങ്കേതിക പ്രശ്നങ്ങളിലെ നൂലാമാലകൾക്ക് മൂലമാണ് പാലക്കാട് ജില്ലയിൽ മലപ്പുറം ജില്ലാ കായികമേള സംഘടിപ്പിക്കുന്നത്. ഇതിനായുള്ള ഒരുക്കം ജില്ലാ കായികമേളയുടെ സമാപന ദിനത്തിൽ തന്നെ മലപ്പുറം ജില്ലയിലെ അധികൃതരെത്തി തുടങ്ങി. സ്റ്റേജും മൈക്ക് സിസ്റ്റവും പന്തലുമടക്കം ഒരുക്കിയിട്ടുള്ളതിനാൽ ആശ്വാസമാണ്. എന്നാൽ തുടർച്ചയായി കായികമേളകൾ സംഘടിപ്പിക്കേണ്ടി വരുന്നത് അധ്യയനത്തെ ബാധിക്കുന്നതായി അധ്യാപകർ പറയുന്നു. സിന്തറ്റിക് ട്രാക്കിനോട് ചേർന്നുള്ള കെട്ടിടങ്ങളിലെ കുട്ടികൾക്ക് ശബ്ദമടക്കം ശല്യമാവുന്ന സ്ഥിതിയാണ്. മലപ്പുറം ജില്ലയിലെ തിരൂർ ഉപജില്ല, പാലക്കാട്ടെ തൃത്താല, പട്ടാമ്പി ഉപജില്ലകളിലെ കായികമേളകളും ചാത്തന്നൂരിലാണ് സംഘടിപ്പിക്കുന്നത്. കൂടാതെ സ്കൂൾ മീറ്റുകളും ഇവിടെയാണ് സംഘടിപ്പിക്കുന്നത്. സിന്തറ്റിക് ട്രാക്ക് എന്ന സ്വപ്നം ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സ്വന്തമായെങ്കിലും ഇപ്പോഴും മൈതാനത്തിന് പരിമിതികൾ ഏറെയാണ്. 2023 ജില്ലാ കായികമേള ചാത്തന്നൂരിൽ നടന്നപ്പോൾ വിദ്യാർത്ഥികളും അധ്യാപകരും ഏറെ വലഞ്ഞിരുന്നു. വസ്ത്രം മാറാനുള്ള മുറികൾ, വിശ്രമിക്കാനുള്ള കേന്ദ്രം, പവലിയൻ, കാണികൾക്ക് ഇരിക്കാനുള്ള ഗാലറി, ആവശ്യത്തിനുള്ള ശൗചാലയങ്ങൾ തുടങ്ങിയവയൊന്നും ഇവിടെയില്ല. ഇതിനുള്ള സ്ഥല സൗകര്യമടക്കമുണ്ടെങ്കിലും പദ്ധതികൾ ഇല്ലാത്ത സ്ഥിതിയിലാണ്. കോടികൾ ചെലവിട്ട് സിന്തറ്റിക് ട്രാക്ക് കൊണ്ടുവന്നുവെങ്കിലും കുറ്റമറ്റ രീതിയിലുള്ള പരിചരണം ഇല്ല. ട്രാക്കിന്റെ സിന്തറ്റിക് വിരിച്ച ഭാഗങ്ങൾ ചിലയിടങ്ങളിൽ അടർന്നു കിടക്കുകയാണ്. മൈതാനത്തിനകത്ത് പച്ചപ്പുല്ല് വിരിച്ചിരുന്നുവെങ്കിലും പരിചരണമില്ലാത്തതിനാൽ നിലനിർത്താനായിട്ടുമില്ല. മുതുതല പഞ്ചായത്തിൽ നടത്തിവന്നിരുന്ന മുതുതല മഹോത്സവം സമാപിച്ചു. ഇതിന്റെ ഭാഗമായി സാംസ്കാരിക ഘോഷയാത്രയും ഉണ്ടായിരുന്നു. മുതുതല പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 3 ദിവസമായി സംഘടിപ്പിച്ചു വന്ന മുതുതല മഹോത്സവം സമാപിച്ചു. പഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ 5 വർഷം നടത്തിയ വികസനങ്ങൾ ജനങ്ങളുമായി പങ്കുവച്ചു. 3 ദിവസം നീണ്ടുനിന്ന മുതുതല മഹോത്സവത്തിൽ വിവിധ സെമിനാറുകൾ, കലാപരിപാടികൾ, ഭിന്നശേഷി കലാമേള, സാംസ്കാരിക സമ്മേളനം, നാടകം, വാദ്യതാളമേളങ്ങളോട് കൂടിയ സാംസ്കാരിക ഘോഷയാത്ര, നാടൻപാട്ട് എന്നിവ ഉണ്ടായി. സമാപന സാംസ്കാരിക സമ്മേളനം പഞ്ചായത്ത് മൈതാനത്തിൽ മുഹമ്മദ് മുഹ്സിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഭാർഗവിയമ്മ എന്ന് പറയുന്ന ഒരു അമ്മ അവരുടെ ഭർത്താവിന്റെ ഓർമ്മകൾക്ക് വേണ്ടി സൗജന്യമായി ലക്ഷക്കണക്കിന് രൂപ വരുന്ന ആ സ്ഥലം വിട്ടു നൽകുകയും അവിടെ സംസ്ഥാന സർക്കാരിന്റെ നമ്മൾ പ്രഖ്യാപിച്ച 2 കോടി രൂപ അവിടെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് പാലക്കാട് ജില്ലയിലെ തന്നെ ഏറ്റവും സൗകര്യമുള്ള പ്രൈമറി ഹെൽത്ത് സെന്റർ നമ്മുടെ മുതുതല പഞ്ചായത്തിൽ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. അതിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് 1 കോടി രൂപ കൂടി വെച്ചുകൊണ്ട് കൂടുതൽ ആധുനിക സൗകര്യങ്ങൾ അവിടെ വരാനിരിക്കുകയാണ്. അതിന്റെ ടെൻഡർ നടപടിയിലേക്ക് കൂടി പോവുകയാണ്. മറ്റു നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആയുർവേദ ആശുപത്രിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് മാത്രമല്ല, കായകൽപ്പം അവാർഡ് അടക്കമുള്ള അവാർഡുകൾ കിട്ടുന്ന രീതിയിലേക്ക് പോയി. ഒരുപാട് സ്കൂളുകളിൽ പ്രശ്നം ഉണ്ടായിരുന്നു. ആലിക്കപ്പറമ്പ് സ്കൂള് ഞാൻ MLA ആയി ആദ്യം വന്നു നോക്കുമ്പോ അവിടെ അങ്ങനെ കാണുന്ന സമയത്ത് അകത്തേക്ക് കയറാൻ പറ്റില്ല. അവിടുത്തെ HM ഒക്കെ ഒരു മൂലൊക്കെ മാറിയിരിക്കുകയാണ്. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ഓട് എപ്പോഴാണ് ഇളകി വീഴുക എന്നറിയില്ല. ഏതാണ്ട് എല്ലാ റൂമിന്റെ ഭാഗത്ത് ഓട് ഇളകി വീണിട്ട് ഓഫീസ് മുറിയിൽ ഒരു ചെറിയ ഭാഗത്ത് തട്ട് വെച്ചിട്ട്, ഓർമ്മയുണ്ടാവും ആ പ്രദേശത്തുള്ള ആളുകളോട് ഉണ്ടെങ്കിൽ അറിയാം.
അതിനകത്തേക്കാണ് ഞാൻ ചെല്ലുമ്പോൾ, ഞാൻ ആദ്യമായിട്ട് ചെല്ലുന്ന സമയത്ത് എനിക്ക് തന്നെ പേടിയായി, ഇങ്ങനെയുള്ള ഒരു സ്കൂള് നമ്മുടെ മണ്ഡലത്തില്. അവരുടെ കെട്ടിടത്തിന് ഫണ്ട് വെക്കാൻ നോക്കിയപ്പോൾ സ്വന്തമായിട്ട് സ്ഥലമില്ല, അത് വാടകയ്ക്കാണ് എന്ന് അപ്പോഴാണ് അറിയുന്നത്. ഏതാണ്ട് 100 വർഷത്തിന്റെ അടുത്ത് പ്രായമായ സ്കൂളായിരുന്നു അന്ന്. സ്ഥലം ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് നൽകുകയാണെങ്കിൽ ഇതിന് കെട്ടിടം ഉണ്ടാക്കാമെന്ന് അന്ന് അവിടെ പ്രഖ്യാപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് സി മുകേഷ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എം ഉഷ, സി പി വനജ, പി ചേക്കാമു, കെ വി കബീർ, പി ഷൺമുഖൻ, പഞ്ചായത്ത് സെക്രട്ടറി പി കെ രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുത്തു. പഞ്ചായത്ത് സംഘടിപ്പിച്ച കേരളോത്സവത്തിലെ വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു. തുടർന്ന് പ്രസീത ചാലക്കുടിയും സംഘവും അവതരിപ്പിച്ച ഉറവ് നാടൻപാട്ടുകളും അരങ്ങേറി. സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ഏർപ്പെടുത്തിയ സ്വർണ്ണക്കപ്പിന് ജില്ലാ അതിർത്തിയായ തിരുവേഗപ്പുറയിൽ സ്വീകരണം നൽകി. നരിപ്പറമ്പ് ഗവൺമെന്റ് UP സ്കൂളിലായിരുന്നു ജില്ലാതല സ്വീകരണം നൽകിയത്. ഘോഷയാത്രയുടെ അകമ്പടിയോടെയായിരുന്നു സ്വർണ്ണക്കപ്പിനെ വരവേറ്റത്. ആദ്യമായാണ് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് സ്വർണ്ണക്കപ്പ് ഏർപ്പെടുത്തുന്നത്. ഇതിന്റെ ഭാഗമായി കാസർഗോഡ് നിന്നുമാണ് സ്വർണ്ണക്കപ്പ് വഹിച്ചുള്ള യാത്ര ആരംഭിച്ചിരിക്കുന്നത്. മേള നടക്കുന്ന 21-ന് തിരുവനന്തപുരത്ത് സ്വർണ്ണക്കപ്പ് എത്തിക്കും. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മലപ്പുറത്തെ സ്വീകരണത്തിന് ശേഷമാണ് സ്വർണ്ണക്കപ്പ് വഹിച്ചുള്ള യാത്ര ജില്ലാതിർത്തിയായ തിരുവേപ്പുറയിൽ എത്തിയത്. നരിപ്പറമ്പ് ഗവൺമെന്റ് UP സ്കൂൾ വെച്ചായിരുന്നു സ്വീകരണം നൽകിയത്. കുട്ടികളുടെ ഘോഷയാത്രയോട് കൂടിയായിരുന്നു സ്വർണ്ണക്കപ്പിന് വരവേറ്റത്. തുടർന്ന് സ്കൂളിൽ നടന്ന ചടങ്ങ് മുഹമ്മദ് മോസിൻ MLA ഉദ്ഘാടനം ചെയ്തു. ചെറുപ്പത്തിൽ തന്നെ കായിക അഭിരുചി വളർത്തുന്നതിനും വളരെ ശാസ്ത്രീയമായിട്ടുള്ള മത്സരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് കായികമേളക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം, ഈ എവർ റോളിംഗ് ട്രോഫി അത് ഒരു പ്രതീകം കൂടിയാണ്. എല്ലാ ജില്ലയിലൂടെയും വരുന്ന സമയത്ത്, അത് സ്വീകരിക്കുന്ന സമയത്ത് നമ്മുടെ പൊതുവിദ്യാഭ്യാസം കായിക മേഖലക്കും കലാമേഖലക്കും ഒക്കെ കൊടുക്കുന്ന പ്രാധാന്യം അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയാണ്. ഒരു മിനി ഒളിമ്പിക്സ് തന്നെയാണ് ഇതിന്റെ ഭാഗമായി നമ്മുടെ കുട്ടികൾ കായികമേളയുടെ ഭാഗമായി നടക്കുന്നത്. അതിന് പാലക്കാട് ജില്ലയിൽ എവർ റോളിംഗ് ട്രോഫിക്ക് സ്വീകരണം നൽകുമ്പോൾ അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. കായികമേള ഏറ്റവും പ്രാധാന്യത്തോടു കൂടി സ്കൂൾ തലം മുതൽ വളരെ കെട്ടുറപ്പോടുകൂടി നടത്തി അത് വളരെ മികച്ച രീതിയിൽ സംസ്ഥാന തലത്തിൽ തന്നെ ഏറ്റവും നന്നായി നടത്തുകയും അതിന്റെ ഭാഗമായി ഒരുപാട് കായിക താരങ്ങളെ ഉണ്ടാക്കുന്നതിലും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം വിജയിച്ചിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്ത് മാതൃകയായിട്ടുള്ള പ്രവർത്തനമാണ് കായിക മേഖലയിലാണെങ്കിലും കലാമേഖലയിലാണെങ്കിലും നമ്മുടെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ഇത് കൂടുതൽ ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ എ സാബിറ അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കാഞ്ചന രാകേഷ്, സ്ഥിരസമിതി അധ്യക്ഷന്മാരായ AK വാപ്പു, M രാധാകൃഷ്ണൻ, പൊതുവിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് കമ്മീഷണർ ഡോക്ടർ ഗിരീഷ് ചോരയിൽ, പാലക്കാട് DDE സലീന BV, മലപ്പുറം RDD ബിയാട്രിസ് മരിയ, ജില്ലാ ഹയർ സെക്കൻഡറി കോർഡിനേറ്റർ T ഗിരി, VHSE കോർഡിനേറ്റർ C രാജേഷ് കുമാർ, SSK പാലക്കാട് DPC നൌഷാദ് അലി, തൃത്താല AEO K പ്രസാദ്, പട്ടാമ്പി AEO KT സുമതി, ഡയറ്റ് പ്രിൻസിപ്പൽ ശശിധരൻ, സ്കൂൾ പ്രധാനാധ്യാപിക ഹഫ്സത്ത്, HM ഫോറം കൺവീനർ PM പ്രദീപ് കുമാർ, സ്കൂൾ PTA പ്രസിഡന്റ് സുരേഷ് കുമാർ, വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ ലോഗോ പ്രകാശനവും ചടങ്ങിൽ നടന്നു. കപ്പൂർ കൂനമൂച്ചി പ്രദേശത്ത് 6 പേർക്ക് പുറമെ ഒരാൾക്ക് കൂടി തെരുവുനായുടെ കടിയേറ്റു. ഇതോടെ ആശങ്കയിലായി നാട്ടുകാർ.
വിദ്യാർത്ഥികളായ നിഹാൽ, ആദിൽ എന്നിവർക്കാണ് ആദ്യം നായയുടെ ആക്രമണത്തിൽ കടിയേറ്റത്. തുടർന്ന് പ്രദേശത്തെ സ്ഥാപനത്തിലേക്ക് ജോലിക്ക് പോകുകയായിരുന്ന 65 വയസ്സുള്ള തങ്കപ്പനും കടിയേറ്റു. ഇതിനിടെ പ്രദേശത്തെ 40 വയസ്സുള്ള ഷമീറയ്ക്കും നായയുടെ കടിയേറ്റിട്ടുണ്ട്. പൊന്തക്കാടിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന നായ അപ്രതീക്ഷിതമായി ആളുകൾക്ക് നേരെ ഓടിയെത്തി ആക്രമിക്കുകയാണ്. കടിയേറ്റവർ പട്ടാമ്പിയിലെയും ചാലിശ്ശേരിയിലെയും സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടി. 2 ദിവസങ്ങളിലായി 7ഓളം പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. ഇതോടെ നാട്ടുകാരും പരിഭ്രാന്തിയിലായി. അവൻ പോയി എന്തോ വന്ന് ഈ മേത്തേക്ക് വന്ന് കയറിയാൽ തോന്നി. തിരിഞ്ഞു നോക്കുക പട്ടിയാണ്. പട്ടി ഓടുകയും ചെയ്തു. ഒരു കല്ലെടുത്ത് എറിയുകയും ചെയ്യും. പല ആളുകളെയും കടിച്ചു. ഇന്നലെയും മിനിഞ്ഞാന്നും. ഇപ്പം ഇന്ന് രാവിലെ ഒരാളെ കടിച്ചു. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് 7ഓളം ആളുകളെ കടിച്ചു. പല സ്ഥാപനങ്ങളും ജോലിക്ക് പോകുന്ന വഴികളാണിത്. പിന്നെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾ, മദ്രസയിൽ പോകുന്ന കുട്ടികൾ, അവരൊക്കെ നായ ഓടിക്കുകയും ഇനി ഞങ്ങൾക്ക് ഇനിയും പ്രയാസം തന്നെ. ഇപ്പം ഇന്ന് രാവിലെയും കൂടിയും നായ ആൾക്കാരനെ കടിക്കുന്ന രൂപത്തിലൊക്കെ ഉള്ളത്. നായ ആളുകൾ ഉണ്ടാവുന്ന സമയത്ത് വരുന്നില്ല. ഒറ്റപ്പെട്ട ആൾക്കാർ പോകുന്ന സമയത്ത് എവിടുന്നോ വന്നിട്ട് കടിക്കുകയാണ്. ഇന്നലെ മിനിഞ്ഞാന്നായിട്ട് 2-3 സ്ക്വാഡൊക്കെ ആയിട്ട് കുറെ ആൾക്കാരൊക്കെ പിടിക്കാണ്ടി നോക്കി. പക്ഷെ നടന്നിട്ടില്ല. ഇന്ന് എത്രയും പെട്ടെന്ന് തന്നെ പഞ്ചായത്തിൽ നിന്നും അതുപോലെ ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും ഇതിന് എത്രയും വലിയൊരു പരിഹാരം കാണേണ്ടതുണ്ട്. കൃഷിയിലൊക്കെ വരുന്നുണ്ട്. ഒരു പന്നികളെ കൊല്ലാൻ വേണ്ടി ഇപ്പോൾ പഞ്ചായത്തിന് ഒരു അനുമതി ഉണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു അനുമതി ലഭ്യമാക്കിക്കൊണ്ട് ഈ ഇവിടുത്തെ നായകളെ കൊന്നൊടുക്കാനുള്ള തന്നെ ഒരു അനുമതി എത്രയും പെട്ടെന്ന് ഇവിടുത്തെ സർക്കാർ, പഞ്ചായത്ത് അധികൃതർ നടത്തിയേ പറ്റൂ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചാലിശ്ശേരി യൂണിറ്റ് കുടുംബ സംഗമവും കലാമേളയും ചാലിശ്ശേരി PP ഓഡിറ്റോറിയത്തിൽ നടന്നു. ആലീസിന്റെ പ്രാർത്ഥനയോടെ ആരംഭിച്ച സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് മുഹിദ്ദീൻ അധ്യക്ഷനായി. ഡോക്ടർ EN ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് V രാമചന്ദ്രൻ, ബ്ലോക്ക് സെക്രട്ടറി AV ഹംസത്ത് അലി, MK തങ്കമണി എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. യൂണിറ്റ് മെമ്പർമാരുടെ കലാപരിപാടികളും ഉച്ചയ്ക്ക് സദ്യയും ഉണ്ടായിരുന്നു. വിജയകുമാരി സ്വാഗതവും K ശശിധരൻ നന്ദിയും പറഞ്ഞു. തിരുനെല്ലങ്കോട് ഷഷ്ടി മഹോത്സവം ഒക്ടോബർ 27-ന് ആഘോഷിക്കും. ഇതിനോടനുബന്ധിച്ചുള്ള പന്തലിന്റെ കാൽനാട്ട് കർമ്മം ക്ഷേത്രം തന്ത്രി പ്രവീൺ നിർവഹിച്ചു. 9 സെറ്റ് കാവടികൾ ഷഷ്ടിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ എത്തിച്ചേരും. ഷഷ്ടി മഹോത്സവത്തോടനുബന്ധിച്ച് ഒക്ടോബർ 25, 26 തീയതികളിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ഉണ്ടായിരിക്കും. പരിപാടികളിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കുട്ടികൾ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യണം. 27-ന് വിശേഷാൽ പൂജകൾ, കാവടി അഭിഷേകങ്ങൾ, നൃത്ത സംഗീത നാടകം, ബ്രഹ്മാണ്ഡ നായകൻ അരങ്ങേറും. 29 വർഷത്തോളമായി ദിവസവും ക്ഷേത്രത്തിൽ അന്നദാനം നടത്തിവരുന്നുണ്ട്. നിരവധി ഭക്തർ കാൽനാട്ട് കർമ്മത്തിൽ പങ്കെടുത്തു. ഹയർ സെക്കൻഡറി ഉന്നത വിദ്യാഭ്യാസ പ്രദർശനം നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. 2 ദിവസങ്ങളിലായാണ് പ്രദർശനം നടത്തിയത്. ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെന്റ് സെൽ ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിൽ മിനി ദിശ കരിയർ എക്സ്പോ സംഘടിപ്പിച്ചത്. മുഹമ്മദ് മോസിൻ MLA എക്സ്പോ ഉദ്ഘാടനം ചെയ്തു. ഇപ്രാവശ്യവും കോട്ടയത്ത് വെച്ച് നടക്കാൻ പോവുകയാണ്. പക്ഷെ നമ്മുടെ ഗവൺമെന്റ് ഒരു കാര്യം തീരുമാനിച്ചു. അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം വെച്ച് നടക്കുമ്പോൾ മുഴുവൻ വിദ്യാർത്ഥികളെയും അതിൽ പങ്കെടുപ്പിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി സ്കൂളിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കരിയർ തിരഞ്ഞെടുക്കേണ്ടതിൻ്റെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള പീരീഡിലാണ്. കരിയറിനെ തിരഞ്ഞെടുക്കാൻ പറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള എക്സ്പോഷർ അവർക്ക് ഉണ്ടാക്കി കൊടുത്ത് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സ്റ്റാളുകൾ അടക്കമുള്ളത് എക്സ്പോയിലൂടെ കാണാനും കരിയറിൻ്റെ സാധ്യതകളെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ കേൾക്കാനും അതുവഴി സ്വയം വിലയിരുത്തിക്കൊണ്ടൊരു കരിയർ തിരഞ്ഞെടുക്കാൻ അവരെ പ്രാപ്തമാക്കുകയും ചെയ്യുക എന്ന പ്രധാനപ്പെട്ട ഉദ്ദേശത്തോടു കൂടി നടപ്പിലാക്കുന്ന ദിശ എന്ന പദ്ധതിയുടെ ഭാഗമായി കേവലം ഒരു ഭാഗത്ത് മാത്രമല്ല മുഴുവൻ വിദ്യാർത്ഥികൾക്കും അതിൻ്റെ പ്രയോജനം ലഭ്യമാകണം എന്ന് തീരുമാനിക്കുകയും അങ്ങനെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തന്നെ നേരിട്ട് മിനി ദിശകൾ ഓരോ വിദ്യാഭ്യാസ ജില്ലകൾ തോറും നടത്താൻ തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായി ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിൽ ഇത് നടപ്പിലാക്കുമ്പോൾ നമ്മുടെ സുഹൃത്തു കൂടിയായിട്ടുള്ള പട്ടാമ്പി മണ്ഡലത്തിലെ ശ്രദ്ധ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഒരു ഫെസിലിറ്റേറ്ററും കൂടിയായിട്ടുള്ള നമ്മുടെ ഹാഷിം മാഷോട് അങ്ങനെയാണെങ്കിൽ പട്ടാമ്പി മണ്ഡലത്തിലെ കുട്ടികൾ പരിസരത്തുള്ള കുട്ടികൾക്കൊക്കെ ഇതിന്റെ പ്രയോജനം ചെയ്യും. മറ്റു മണ്ഡലങ്ങളിലുള്ള മണ്ഡലത്തിൽ വെച്ച് നടത്തണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ A സാബിറ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുക്കുട്ടി എടത്തോൾ മുഖ്യാതിഥിയായി. സ്കൂൾ PTA പ്രസിഡന്റ് VTA കരീം, പ്രിൻസിപ്പൽ S ജൂഡ് ലൂയിസ്, പ്രധാനാധ്യാപിക CV രാധിക, മറ്റു ഭാരവാഹികളും പങ്കെടുത്ത് സംസാരിച്ചു. വിദ്യാഭ്യാസ ജില്ലയിലെ വിവിധ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് പ്രദർശനം കാണാൻ എത്തിയത്.
വിവിധ വിഷയങ്ങളിൽ കരിയർ സെമിനാർ നടന്നു. കരിയർ കൗൺസിലിംഗും ഒപ്പമുണ്ടായിരുന്നു. സർക്കാർ സ്ഥാപനങ്ങൾ മാത്രമാണ് ദിശ എക്സ്പോയിൽ പങ്കെടുത്തത്. സിവിൽ സർവീസ് അക്കാദമി, ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി, കെൽട്രോൺ, അസാപ്, സ്കോൾ കേരള, ഇന്ത്യ പോസ്റ്റ്, കേഡാറ്റ്, സിഡിറ്റ് തുടങ്ങി കരിയർ ഗൈഡൻസ് സ്ഥാപനങ്ങളുടെ പ്രത്യേക സ്റ്റാളുകളും പ്രദർശനത്തിലുണ്ടായിരുന്നു. 2 ദിവസങ്ങളായാണ് പ്രദർശനം ഒരുക്കിയത്. മെഡിസെപ് തുക വർദ്ധിപ്പിക്കുമ്പോൾ എല്ലാവർക്കും ആനുകൂല്യം ലഭ്യമാക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ചാലിശ്ശേരി മണ്ഡലം സമ്മേളനം ആവശ്യപ്പെട്ടു. പെരുമണ്ണൂർ വേണാട്ടുമനയിൽ വെച്ച് നടന്ന സമ്മേളനം KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഋഷഭദേവൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ AM ഹംസ, KSSPA നിയോജക മണ്ഡലം പ്രസിഡന്റ് P ഇബ്രാഹിംകുട്ടി, VK ഉണ്ണികൃഷ്ണൻ, U വിജയകൃഷ്ണൻ, KV മോഹൻകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വിശ്വാസികളെ വഞ്ചിച്ച് സ്വർണ്ണക്കൊള്ള നടത്തി ശബരിമലയുടെ പവിത്രത നശിപ്പിക്കാൻ ശ്രമിക്കുന്ന പിണറായി സർക്കാരിനെതിരെ പ്രതിഷേധിച്ച് ചാലിശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി. DCC സെക്രട്ടറി K ബാബു നാസർ നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഹുസൈൻ പുളിയഞ്ഞാലിൽ അധ്യക്ഷനായി. മെയിൻ റോഡ് സെന്ററിൽ നടന്ന സമാപന സമ്മേളനം KPCC വൈസ് പ്രസിഡന്റും മുൻ MLAയുമായ VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന നേതാക്കളായ PC ഗംഗാധരൻ, KM ചന്ദ്രശേഖരൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി K ഇജാസ്, മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് VR പ്രകാശ്, ബ്ലോക്ക് സെക്രട്ടറിമാർ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റുക്കിയ ഹംസ, തൃത്തല UDF ചെയർമാൻ TK സുനിൽകുമാർ, മണ്ഡലം വൈസ് പ്രസിഡന്റുമാർ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഈ നിലയിൽ ഒരു ഭരണത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് അതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രചരണങ്ങളും പ്രക്ഷോഭങ്ങളുമായി കോൺഗ്രസ് പാർട്ടി ഈ നാട്ടിലെ വിശ്വാസ സമൂഹത്തിനൊപ്പം, ഈ നാട്ടിലെ മതേതര സമൂഹത്തിനൊപ്പം നിൽക്കാൻ വേണ്ടി തീരുമാനിച്ച് കടന്നു പോകുന്നത്. തൃത്താലയിലെ വെള്ളിയാങ്കല്ലിൽ യജ്ഞേശ്വര ക്ഷേത്ര പരിസരത്ത് നിന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗം ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP നേതൃത്വം നൽകുന്ന ആ വിശ്വാസ സംരക്ഷണ യാത്ര, തൃത്താലയിൽ നിന്ന് പന്തളം വരെ നടത്തുന്ന ആ യാത്ര ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫാണ് എന്നുള്ള കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും നാളെ രാവിലെ 10 മണിക്കുള്ളിൽ അവിടെ സമ്മേളന സ്ഥലത്ത് വെള്ളിയാങ്കല്ലിൽ എത്തിച്ചേരണമെന്ന് എല്ലാവരോടുമായി അഭ്യർത്ഥിക്കാൻ വേണ്ടി കൂടി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.